കോഴിക്കോട് നഗരത്തിൽ പുതുമ നൽകുന്ന കാഴ്ചയൊരുക്കി അതിരൂപതയുടെ നേതൃത്വത്തിൽ മെഗാ ക്രിസ്മസ് ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. നിരവധി ക്രിസ്മസ് പാപ്പാമാരുടെ അകമ്പടിയോടെയാണ് ഘോഷയാത്ര. കോഴിക്കോട് സിറ്റി സെയിൻറ്റ് ജോസഫ്സ് ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര നഗരത്തിലെ പ്രമുഖ സ്ഥലമായ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ സമാപിക്കും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി രമ്യ ദാസ് ചേരുന്നു. രമ്യ, ഞാൻ നേരത്തെ ഇടവേളയ്ക്ക് മുമ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ, അതായത് തൃശ്ശൂരിൽ ഇന്നലെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ സമാനമായിട്ടുള്ള ക്രിസ്മസ് ഘോഷയാത്ര അരങ്ങേറിയിരുന്നു. ബോൺ നത്താലെ ഇറ്റാലിയൻ ഒരു വാചകമാണ് അത്. അതിൻ്റെ അർത്ഥം മലയാളത്തിലല്ല, അത് ഇംഗ്ലീഷിൽ പറയുന്നത് മെറി ക്രിസ്മസ് എന്നാണ്. സമാനമായ രീതിയിൽ തന്നെയാണോ ഇന്ന് കോഴിക്കോട് നഗരത്തിലും ക്രിസ്മസ് ഘോഷയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്? എന്നുള്ളതാണ് ഈ വാക്ക്. ഇതിന്റെ അർത്ഥം മെരി ക്രിസ്മസ് എന്നുള്ളത് തന്നെയാണ്. ഇതിനോട് സാമ്യമായിട്ടുള്ള ഇത്തരത്തിൽ ഈ ഘോഷയാത്ര, കോഴിക്കോട് അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള ഈ ഘോഷയാത്ര ഈ കോഴിക്കോട് നഗരത്തെ മൊത്തം ചുറ്റിക്കറങ്ങിക്കൊണ്ടാണ് ഇത് കടന്നു പോകുന്നത്. നിലവിൽ ഈ ഘോഷയാത്ര ആരംഭിച്ചിട്ടുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ ഏവർക്കും പങ്കെടുക്കാവുന്ന ഒരു ഘോഷയാത്രയാണ്. അതായത് സമാധാനത്തിന്റെയും ശാന്തിയുടെയും എല്ലാം സന്ദേശം നൽകുന്ന ഒരു ഘോഷയാത്രയാണ്. വിവിധ പരിപാടികളുണ്ട്. കലാപരിപാടികളെല്ലാം അണിനിരത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ഘോഷയാത്ര ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ ഈ ഘോഷയാത്ര കോഴിക്കോട് നഗരത്തെ ചുറ്റി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പാപ്പമാരാണ് ഇത്തരത്തിൽ ഈ ഒരു ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. നിലവിൽ നമ്മൾ അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളാണ്. നഗരത്തെ കൃത്യമായി തന്നെ ഒരു ആനന്ദത്തിന്റെയും അതുപോലെ തന്നെ വളരെ മനോഹരമാക്കിക്കൊണ്ടാണ് ഘോഷയാത്ര ആരംഭിച്ചു. നിരവധി നമുക്ക് ഇത് പറയാൻ കഴിയുകയാണെങ്കിൽ നഗരത്തെ മുഴുവനായി തന്നെ ഒരു ചൂപ്പണിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഘോഷയാത്ര നഗരത്തിലൂടെ കടന്നു പോകുന്നത്. എല്ലാവരും തന്നെ ചുവന്ന തൊപ്പിയും അതുപോലെ തന്നെ അപ്പൂപ്പന്റെ വസ്ത്രമെല്ലാം അണിഞ്ഞുകൊണ്ടാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന നിരവധി പേരാണ് ഇത്തരത്തിൽ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിരവധി പേർ ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ കടന്നു വരുന്നത്. ഇത് കോഴിക്കോട് അതിരൂപതയുടെ തന്നെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ ഫെലിക്സ് നത്താലിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്രിസ്മസിനെ സമാപനം അറിയിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഘോഷയാത്ര നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഘോഷയാത്രയിൽ അതിരൂപതയുടെ തന്നെ മെത്രാപ്പോലീസ് വർഗീസ് ചക്കാലങ്കിലുണ്ട്. അച്ചോ, എന്തൊക്കെയാണ് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട്? ക്രിസ്മസ് അവസാനിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ഘോഷയാത്ര. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു നമുക്കിവിടെ കോഴിക്കോട്. എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു വാക്ക് ഈ ഫെലിക്സ് നത്താലിസ് എന്നുള്ളതാണ്, അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് പറയാമോ? ഈ ഫെലിക്സ് നത്താലിസ് എന്ന വാക്ക്, രണ്ട് വാക്കുകൾ. ഫെലിക്സ് എന്ന് പറഞ്ഞാൽ ഹാപ്പിയാണ്, നത്താലിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ്. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ രണ്ട് വാക്കുകൾ ലത്തീൻ വാക്കുകളാണ്. അതുപയോഗിച്ചുകൊണ്ട് ഫെലിക്സ് നത്താലിസ് എന്ന് പറയുന്നു. ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മൾ ഒരുമിച്ച് വന്നൊരു കൂട്ടായ്മ, രണ്ടാമതായിട്ട് നമ്മളുടെ നാട്ടുകാരെയൊക്കെ ഇത് ക്രിസ്മസ് സമയമാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ആരും അറിയാതെ പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അറിയിക്കാനും, പിന്നെ ക്രിസ്മസിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ സമാധാനം, സന്തോഷം, പങ്കുവെക്കൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലേക്ക് ഉണ്ടാകാൻ വേണ്ടി ഇതുവഴിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതാണ് നമ്മളുടെ പ്രത്യേക പരിപാടി. ഭയങ്കര ആഘോഷമാണ്, എല്ലാവരും നല്ല ആഘോഷമാണ്, വളരെ സ്പിരിച്വലാണ്. നമ്മൾ വയനാട്ടിൽ നിന്നും പിന്നെ മലപ്പുറത്തു നിന്ന്, കോഴിക്കോട് നിന്ന്, അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഇതിലൊക്കെ വന്ന് ഒത്തിരി ത്യാഗം വെച്ചാൽ വന്നിരിക്കുന്നു. അവരൊക്കെ ലക്ഷ്യം ഇതാണ്, ഈ സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. ഈ സന്തോഷം ഡബിളാകുന്നത് നമ്മൾ പങ്കുവയ്ക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ക്രിസ്മസിന് വീട്ടിലിരുന്ന് അപ്പോ വെറുതെടുത്ത് അതുണ്ടാവും. അത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ക്രിസ്മസ് എന്നുള്ള ഒരു സന്തോഷത്തിന്റെയും ത്യാഗത്തിന്റെയും എല്ലാം ഒരു പ്രതീകമാണ്. അതിനെ വിളിച്ചോതുന്ന തരത്തിലുള്ള എല്ലാവരിലേക്കും സമാധാനവും അതുപോലെ തന്നെ സന്തോഷവും
ചുവപ്പ് ഡ്രസ്സ്, അതുപോലെ തന്നെ ചുവന്ന തൊപ്പി എല്ലാം ഇട്ടുകൊണ്ടാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. ഈ നഗരം ശരിക്കും ഒരു ചുവപ്പ് മയമായ പോലെയാണ്. അതിൽ വിവിധതരം കലാപരിപാടികളുണ്ട്. ഡാൻസിനൊപ്പം പാട്ടിനൊപ്പം നൃത്തം ചെയ്യുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ബാൻഡ് മേളമുണ്ട്. ഇതാ നമുക്ക് പുറകെ കടന്നു വരുന്നത് നല്ല ചെണ്ട വാദ്യമാണ്. അങ്ങനെ അത്തരത്തിൽ എല്ലാം കൊണ്ടും വളരെ മനോഹരമായി തന്നെ ആഘോഷപൂർവ്വമാണ് ഈ ഘോഷയാത്ര ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അനിൽ. വർണ്ണാഭമാണ് ഫെലിക്സ് നത്താലിസ്. കോഴിക്കോട് വർണ്ണാഭമായ ക്രിസ്മസ് ഘോഷയാത്ര കഴിഞ്ഞ ദിവസം തൃശ്ശൂർ നഗരം സാക്ഷ്യം വഹിച്ചതായിരുന്നു. ബോൺ നത്താലെ കോഴിക്കോട് എത്തുമ്പോൾ അത് ഫെലിക്സ് നത്താലിസായി മാറുന്നു. നേരത്തെ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്കാണ്, ക്രിസ്മസ് ഘോഷയാത്രയ്ക്കാണ് കോഴിക്കോട് നഗരം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അതിരൂപതയുടെ നേതൃത്വത്തിലാണ് ഈ മെഗാ ക്രിസ്മസ് ഘോഷയാത്ര നടക്കുന്നത്. നിരവധി ക്രിസ്മസ് പാപ്പമാരുടെ അകമ്പടിയുണ്ട്. കോഴിക്കോട് സിറ്റി സെയിൻറ്റ് ജോസഫ് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര നഗരത്തിലെ പ്രമുഖ സ്ഥലമായ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ സമാപിക്കും. രമ്യാദാസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.